ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ സാന്താക്ലോസിൻ്റെയൊക്കെ ഡ്രസ്സിലൊക്കെ എത്തി ഞങ്ങൾ പുൽക്കൂടൊക്കെ കെട്ടി. അതിനുശേഷം കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാ കുട്ടികളും കഴിച്ചു. പിന്നീട് ഞങ്ങൾ ഡോളൊക്കെ ഒന്ന് കൊട്ടി. ഇനി അടുത്താണ് നമ്മുടെ മെയിൻ പരിപാടി, ഫോട്ടോ എടുപ്പ്. ഫോട്ടോ എടുപ്പില്ല എന്തൊരു ആഘോഷമല്ലേ. നമ്മളെ LP ടീച്ചേഴ്സ് എല്ലാവരും കൂടി എന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ സ്കൂൾ വേസ് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു പ്ലാൻ ഇട്ടു. ഈ വന്ന് നിൽക്കുന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ വീടാണ്. മറ്റാളുടെയെല്ലാം ഞങ്ങളുടെ സ്വന്തം സൗമന്യ ടീച്ചറിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടീച്ചറിൻ്റെ മോൻ്റെ ആണെങ്കിൽ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷന് ശേഷം ഞങ്ങൾ നേരെ വന്ന ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നന്നായിട്ടൊന്ന് ഫുഡ് അടിക്കുക. അപ്പം സെലിബ്രേഷൻ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങൾ നേരെ ടീച്ചറിൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പം ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ വിളമ്പിയത്. പിന്നെ സ്വന്തമായിട്ട് ഞങ്ങളൊന്ന് ട്രോൾ ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പം ഇത് കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ. കല്യാണത്തിൻ്റെ തലേന്നായിരുന്നെങ്കിൽ എല്ലാവരും ഞങ്ങൾ കരുതിയാണ് ഞങ്ങൾ കാറ്ററിംഗുകാരായിരിക്കും. ഇപ്പോൾ കാറ്ററിംഗുകാരൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സിലാണല്ലോ വരുന്നത്, യൂണിഫോം. അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താ നോക്കും, ഇപ്പം ആദ്യം ചാടി കയറിയിരുന്ന നിഷ ടീച്ചറാട്ടോ. ടീച്ചറിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ട്രോള് കിട്ടാൻ വഴിയുണ്ടെന്ന്. അങ്ങനെ ടീച്ചറാണ് ആദ്യം ചാടി കയറിയിരുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, പുതിയ ടീച്ചേഴ്സ്. ഇപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ പഴയ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ചോറും പരിപ്പും പപ്പടവും അവിയലും 3 കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അച്ചാർ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ഇഞ്ചി അച്ചാർ, പിന്നെ കപ്പ കുഴച്ചത്, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, പിന്നെ നോൺ വെജും ഉണ്ടായിരുന്നു കേട്ടോ. മീൻ വറുത്തത് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ലാവിഷായിട്ട് ഫുഡൊക്കെ അടിച്ചു. ഫുഡ് അടിച്ചാൽ മാത്രമല്ല കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളൊക്കെ പറഞ്ഞതായി ഊഞ്ഞാലിൽ ഇങ്ങനെ ആടി ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.